ഹാപ്പി സോണിൻ്റെ ഓഫീസ് നമ്പറുകളിലേക്ക് നിരന്തരം കോൾ വരുന്നൊരു വിഷയമാണ്. പ്രണയവുമായി ബന്ധപ്പെട്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ ഫാമിലിക്കൊന്നും അനുയോജ്യമല്ലാത്ത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോൾ പാരൻസും ചിന്തിക്കുക എങ്ങനെങ്കിലും അനുയോജ്യമാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നടത്തി കൊടുക്കായിരുന്നു, അതെ നടന്നോട്ടെ എന്ന നിലക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ഉസ്താദിൻ്റെ ഒരു കൺസെപ്റ്റ്? പ്രണയം ഇന്ന് സമൂഹം എങ്ങനെങ്കിലുമൊക്കെ കല്യാണങ്ങൾ നടക്കട്ടെ, ഇനിയിപ്പോൾ പ്രണയിച്ചിട്ടാണെങ്കിലും കല്യാണം നടന്നോട്ടെ എന്നൊരു ചിന്ത. ഇതൊരു ഇസ്ലാമിക് തോട്ട്സും നമുക്ക് ചർച്ച ചെയ്യാം, അതുപോലെ തന്നെ പ്രായോഗികവൽക്കരണവും. ഉസ്താദിൻ്റെ അഭിപ്രായം? ഇതില് പ്രണയം എന്നത് ഒരു വാക്കാണ്. ഈ വാക്ക് സ്നേഹത്തിന്റെ പേരിലാണ് ഉപയോഗിക്കുന്നത്, സ്നേഹം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു മിഥ്യയാണ്, ശരിയല്ല. കാരണം സ്നേഹം എന്നത് നമ്മൾ സ്നേഹിക്കുമ്പോൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് ഗുണമുള്ള അർത്ഥത്തിൽ കണക്ട് ചെയ്യുന്നതാണ് സ്നേഹം. ഞാൻ നിങ്ങൾക്ക് ഉപദ്രവമുള്ള ഒരു സംഗതി തന്നിട്ട് അത് സ്നേഹമാണെന്ന് കരുതുന്നത് ശരിയല്ല. പലപ്പോഴും അത് മറ്റു പലതുമാണ്. ഈ പ്രണയത്തെക്കുറിച്ച് വിശാലമായ ചർച്ചയും പഠനവും ഒരു അനിവാര്യതയാണ്. തീർച്ചയായിട്ടും വലിയൊരു പഠനം നടക്കേണ്ട ഒരു മേഖലയാണ്. രണ്ടാമത്തെ ഒരു വിഷയമുള്ളത്, ഇപ്പോൾ ഈ പ്രണയം ഡീൽ ചെയ്യുന്നിടത്ത് ആദ്യം കുറേ കൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യപ്പെടണം. രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ, അതല്ലെങ്കിൽ ഒരു ടീച്ചർ, ഇങ്ങനെ ആരാണോ പ്രണയം ഡീൽ ചെയ്യുന്നത് അവർക്ക് നല്ലൊരു കൺസെപ്റ്റ് ബിൽഡ് ചെയ്യപ്പെടണം. അവർ ആർക്ക് ബാക്കപ്പ് നൽകണം? ഈ പ്രണയിതാക്കളായി അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് ബാക്കപ്പ് നൽകണം. പലപ്പോഴും ഈ പ്രണയം എന്നതിൽ അകപ്പെട്ട ഒരാളെ ഡീൽ ചെയ്യുന്നൊരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, അതല്ലെങ്കിൽ ഒരു കൗൺസിലർ, അവർ ഈ പ്രണയത്തിനെതിരെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു മിസ്റ്റേക്കാണ്. ചെയ്യേണ്ടത് ആദ്യം ഈ വക്താക്കൾ ആരാണോ അവർ, വിദ്യാർത്ഥികൾ, മക്കൾ അല്ലെങ്കിൽ ഒരു ക്ലയന്റ്, ഇവരെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അവെയർ ചെയ്യുക, അവരെ ബോധവൽക്കരിക്കുക. അവരുടെ ആവശ്യം എന്ത്, നടക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്ത്, ഇത്തരം വിഷയങ്ങൾ അവരെ ചെയ്തതിന് ശേഷം അവർക്ക് ഡെവലപ്പ് ചെയ്ത്, അവരുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്ത് മനസ്സ് പരിവർത്തിതമാക്കി കൊണ്ടുവന്ന് ഒരു റിയാലിറ്റിയിലേക്ക് വരാൻ പറ്റുന്ന പരുവത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇതിന് പറ്റണം. ഇങ്ങനെ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ പ്രണയം കൈകാര്യം ചെയ്യുന്നിടത്ത് കുറേ ആശ്വാസം ഉണ്ടാകും. പ്രണയം എന്നത് സ്നേഹം എന്നതാണെങ്കിൽ സ്നേഹം അനിവാര്യമാണ്. പക്ഷെ ഇന്ന് വിളിക്കപ്പെടുന്ന പ്രണയം എന്ന ഒരു ഇൻസിഡൻസ്, സംഭവങ്ങളുണ്ട്, ആ സംഭവത്തിൽ സ്നേഹമല്ല. കാരണം ഇങ്ങനെ പറയാം, നമുക്കിപ്പോൾ ഈ പ്രണയം എപ്പോഴും ഇഷ്യൂ ആകൽ എപ്പോഴാണ്? അവർക്ക് ഫാമിലിയായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത സിറ്റുവേഷനിലാണല്ലോ ഇഷ്യൂ ആകുന്നത്. അപ്പോൾ പ്രണയം എന്നത് അവിടെ എങ്ങനെയാ ഇഷ്യൂ ആയത്? ഈ ഫാമിലിക്ക് ഒത്തുപോകാൻ പറ്റാത്ത രംഗം വന്നപ്പോൾ അവിടെ വിവാഹത്തെക്കുറിച്ച് അവർ അവെയറല്ല. ഒന്ന്, വിവാഹം എന്ത് എന്നതിനെ കുറിച്ച് അവെയറല്ല. മറ്റൊരു ലൈഫിനെ കുറിച്ച് അവെയർ. അപ്പൊ വിവാഹ ജീവിതം, വിവാഹം എന്ന ആ ഒരു നടപടി, ആ ഇടപാട് ഒരു ഫാമിലിയും തമ്മിൽ ഒത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഇടപാടാണ്. കാരണം ചടങ്ങ് പോലും ഫാമിലിയും അങ്ങനെ കുറേ വിഷയങ്ങൾ, ഫാമിലി ടു മാച്ച് ചെയ്യുക എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ അനിവാര്യമാണ്. കുഫുവക്ക എന്നൊക്കെ പറയാറബി. അപ്പോൾ ആ ഒരു സംഗതി ഇല്ലാതിരുന്നാൽ, മാച്ച് ആകാതിരുന്നാൽ അവിടെ വലിയ ഇഷ്യൂ ഉണ്ടാകാൻ പോകും. അപ്പോൾ അവിടെ എന്താ പ്രശ്നം? ആദ്യം ഫാമിലി ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ മാരേജ് ലൈഫിനെ കുറിച്ച് അവെയർ ആകാത്തൊരു പ്രശ്നം വരുന്നു, ഒന്ന്. രണ്ടാമത്തത്, ഈ പ്രണയിക്കുന്ന സമയത്ത് തന്നെ ചില നിയമലംഘനങ്ങളാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇസ്ലാമിക ദൃഷ്ടിയ ഒരു ജൈവികത, മനുഷ്യനിൽ ഒരു ജൈവികതയാണ് സെക്സ്. അപ്പോൾ സെക്സിന് എപ്പോഴും നിഷേധിക്കുക. ഒരു പുരുഷന് സ്ത്രീയോട്, അതായത് ഒരു 15 വയസ്സായാലും അവനൊരു പുരുഷനാണ്. നമ്മളെ ഭാഷയിൽ കുട്ടി എന്നൊക്കെ പറയുമ്പോഴാണ് പുരുഷനാണ്. ഒരു പെൺകുട്ടി അവൾ സ്ത്രീയാണ്. അവർക്ക് മെഡിക്കൽ സയൻസ് അനുസരിച്ച് സെക്ഷൽ മെച്യൂരിറ്റി വന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ അവർ തമ്മിൽ ആകർഷിക്കുക എന്നത് സ്വാഭാവികതയാണ്, ജൈവികതയാണ്, ഒരു ബയോളജിക്കൽ ഒരു നീഡും ബയോളജിക്കൽ പ്രോസസ്സുമാണ്. ഇത് അംഗീകരിക്കുന്നിടത്ത് നമ്മൾ ആദ്യം അതായത് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുമ്പോൾ ഇത് വരൂല എന്ന ചിന്ത, അതൊരു മിസ്റ്റേക്കാണ്. രണ്ടാമത്തത്, ഈ സെക്സ് ഒരു മോശമാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് എപ്പോഴും നിഷേധിക്കുന്നത്. സെക്സ് എന്നതൊരു മനസ്സിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്നൊരു മൈൻഡിൽ വരുന്ന റിയാക്ഷനാണത്. അത് ചിലപ്പോൾ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യണം,
ഒരു ഡീപ്പ് സ്റ്റഡി നടന്ന് അതിലൂടെ ഈ മക്കൾക്ക് ഡയറക്ഷൻ കൊടുക്കണം. ഇവിടെ ഏറ്റവും വലിയ 2 വിഷയങ്ങളുള്ളത്. പൊതുവിൽ ഇതിന്റെ പരിഹാരം പാരന്റിങ് ആണ്. ഓപ്പൺ മൈൻഡഡ്, സ്ട്രോങ് റിലേഷൻ, മനസ്സ് തുറന്ന, നല്ല തുറന്ന ബന്ധം, ശക്തമായ ബന്ധം, അതാണ് ഇതിന്റെ പരിഹാരം. പക്ഷെ ഇത്തരം ഒരു ഇഷ്യൂവിൽ ചെന്ന് പെട്ടാൽ പിന്നെന്ത് വേണം? അവരെ സപ്പോർട്ട് ചെയ്യാൻ അറിയുന്ന നല്ലൊരു സപ്പോർട്ട്, ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് അത് കിട്ടണം. അതാണ് ഇതിന്റെ പരിഹാരം. അപ്പൊ എവിടെയും പഠിക്കണം. അപ്പൊ ഇപ്പോഴൊക്കെ നമ്മൾ ഇന്നൊരു കേസ് വന്നല്ലോ, അപ്പൊ അതിൽ അവർ പറയുന്നത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തിയപ്പോ ഇത് കുറെ കഴിഞ്ഞു പോയി, പറ്റില്ല. അപ്പൊ ഇവർക്ക് ഒത്തുപോവോ? ഇല്ല. ഗാരി ചാപ്മാന്റെ അവരുടെ ഒരു ഒരു ദ 5 ലവ് ലാംഗ്വേജിൽ ഒരു ഭാഗത്ത് അവർ പരാമർശിക്കുന്നത് കാണാം. ഈ വിവാഹത്തിന് മുമ്പ് പ്രണയം ഉണ്ടായി അതിന്റെ പേരിൽ വിവാഹ ബന്ധത്തിലേക്ക് തുനിഞ്ഞവർ ശേഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ മൈൻഡ് മാറുന്നു. ആയിരക്കണക്കിന് കേസ് സ്റ്റഡീസിന്റെ പിൻബലത്തോടു കൂടെയാണ് ഒരു ഹോർമോണൽ ചേഞ്ചസ്. അപ്പൊ ആ ചേഞ്ചസിനെ കുറിച്ച് അവർ അവെയർ അല്ല. അവരെപ്പോഴും അവെയർ ആകുന്നത് ഈ പ്രണയത്തിൽ വിവാഹത്തിന്റെ മുമ്പ് അവർ കരുതുന്നത് ബാക്കിയുള്ള എല്ലാവരും തെറ്റിയാലും ഞങ്ങൾ തെറ്റില്ല, ഇങ്ങനെ എല്ലാവരും കരുതുന്നത്. അതൊരു ആ ഒരു ജൈവികമായ വേരിയേഷൻ ഉള്ളിൽ നടക്കുന്ന ഹോർമോണൽ ബാലൻസിങ്, ഇംബാലൻസിങ്, അതിന്റെ ഒരു ചേഞ്ച് ആണത്. ഹോർമോൺ മാറുമ്പോൾ ഉണ്ടാകുന്ന അത് മാറിയാൽ മാറും. അപ്പൊ വിവാഹം കഴിയുമ്പോൾ ആ മൈൻഡ് മാറും. ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കൃത്യമായ ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ്. ഇവിടെ എന്ത് വേണം? ആദ്യം ഈ അവയർനെസ് ഇവർക്ക് കിട്ടണം. ഇവിടെ വലിയൊരു ശതമാനം പലരും സൈക്കോളജിസ്റ്റുകളായവരും അവരൊക്കെ ഒന്ന് പ്രണയത്തിനെതിരെ പടവെട്ടുന്നു. അതൊരു മിസ്റ്റേക്കാണ്. 2, ഈ പ്രണയത്തിൽ തന്നെ അവരുടേതായ പല ധാരണകൾ വെച്ച് പുലർത്തുന്നു. ഇതൊക്കെ വലിയ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വർക്ക്ഷോപ്പ് ആവശ്യമാണ്. നമ്മൾ പെരിന്തൽമണ്ണയിൽ ഹാപ്പി സോൺ തുടങ്ങിയപ്പോൾ ചെറിയൊരു സമയം കൊണ്ട് ഒരുപാട് പേരുടെ ഇടപെടലും ഒരുപാട് പേര് നമ്മളെ ഇവിടെ ആശ്രയിക്കുന്നു. ഹാപ്പി സോണിന്റെ ആക്ടിവിറ്റീസിന്റെ ആ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ വലിയ ഒരു സ്ട്രെങ്ത് ചലനം നടന്നു. ഒരുപാട് ആൾക്കാരെ ആശ്രയിച്ചു, ഒരുപാട് പേരുടെ ഇടപെടലുണ്ടായി, ഒരുപാട് പേർക്ക് ആശ്രയമാണ്. ഭയങ്കര സന്തോഷമാണ്. അതിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളും അൽഹംദുലില്ലാഹ് ഹാപ്പി സോണിന്റെ കീഴിലൂടെ ആരംഭിച്ചു. അൽഹംദുലില്ലാഹ് നമ്മൾ ലെറ്റ് ആരംഭിച്ചു. അപ്പൊ അതില് ജെൻസിനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ വ്യത്യസ്തമായിട്ട് തന്നെ ആരംഭിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി അധികം വൈകാതെ ലേൺ ഡിസബിലിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടും അതൊക്കെ നമുക്ക് ആരംഭിക്കാനിരിക്കുകയാണ്. നമ്മളെ സമൂഹത്തിന് മാറ്റം ഉണ്ടാകാൻ അനിവാര്യമാണ്. അതുപോലെ ഒരു നല്ലൊരു വർക്ക്ഷോപ്പ് പാരന്റ്സിന്, ടീച്ചേഴ്സിന്, ട്രെയിനേഴ്സിനൊക്കെ ആശ്രയിക്കാൻ കഴിയുന്ന നല്ലൊരു വർക്ക്ഷോപ്പ്, ലവ് അഫെയർ, പ്രണയം എന്ന വിഷയത്തിൽ ഒരു നല്ല ഒരു പ്രവർത്തനക്ഷമമായ അല്ലെങ്കിൽ ഫലപ്രദമായ സമൃദ്ധമായ നല്ലൊരു വർക്ക്ഷോപ്പ് നമുക്ക് ഹാപ്പി സോണിന്റെ പെരിന്തൽമണ്ണയിലെ സെന്ററിന്റെ വകയായി ഒരു നല്ലൊരു പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ നടത്താൻ പോവുകയാണ്. താല്പര്യമുള്ള നമ്മുടെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളും അതുപോലെ അധ്യാപകരും മറ്റ് മനഃശാസ്ത്ര ഇടപെടലുകൾ നടത്തുന്ന പ്രൊഫഷണൽസിനെല്ലാം താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൂടെ സാമൂഹ്യ സേവന രംഗത്ത് ആകാവുന്ന കൊച്ചു കൊച്ചു സേവനങ്ങളുമായി ഞങ്ങളും സജീവമായി രംഗത്തുണ്ടാകുമെന്ന് ഹാപ്പി സോൺ പെരിന്തൽമണ്ണ സമൂഹത്തോട് പറയുന്നുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാം. യു ആർ വെൽക്കം. മർഹബ ബിക്കും.